ഇന്ന് മാർച്ച് 13 ബിഗ് സേവിംഗ് ഡേയ്സിന്റെ അവസാനത്തെ ദിവസമാണ്. എന്നാൽ വരും ദിവസങ്ങളിൽ വീണ്ടും പല പല പേരുകളിൽ ഓഫേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഓഫർ സെയിലുകളിലൊക്കെ തന്നെ നമുക്ക് 2000 രൂപയ്ക്കുള്ളിൽ വാങ്ങിച്ച വത് ബൈങ് ആകുന്ന ഇയർബഡ്സുകൾ അതൊക്കെയാണ്. കുറേ അധികം ഇയർബഡ്സുകൾ ആക്ച്വലി നമുക്ക് 2000 രൂപയ്ക്കുള്ളിൽ കാണാൻ സാധിക്കും. എന്നാൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ പൂർണ്ണമായും ഷെയർ ചെയ്യുന്നത്. കാരണം കുറേ കൂട്ടുകാർ പേഴ്സണലിയും അതുപോലെ തന്നെ കമന്റിലൊക്കെ ചോദിക്കുന്നുണ്ട് 2000 രൂപയ്ക്കുള്ളിൽ ഇതാണോ അതാണോ നല്ലത്, അല്ലെങ്കിൽ അത് ബെറ്റർ ആണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഇന്ന് അങ്ങോട്ട് പറഞ്ഞുതരാം. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ 2 ഉണ്ടാവും. അതും കൂടി ഏതായിരിക്കും ബെറ്റർ എന്നുള്ളത് ആ ഒരു ചോയ്സ് ഉണ്ടല്ലോ, നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എനിക്കുണ്ടായ ഒരു ഫീല്, അതൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടാവും ഏത് പ്രോഡക്റ്റ് മേടിച്ചാൽ വത് ബൈങ് ആകും ഇല്ലയോ എന്നുള്ളത്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഇതുപോലുള്ള ഓഫർ വീഡിയോസ് അതുപോലെ തന്നെ ഓഫർ അപ്ഡേറ്റ്സ്, ടെക് അപ്ഡേറ്റ്സ് കൂടാതെ അൺബോക്സിംഗ് വീഡിയോസ് എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇയർബഡ്സ് ഉള്ളവരും പുതുതായിട്ട് മേടിക്കാൻ പോകുന്നവർക്കും ഉറപ്പായിട്ടും ഇയർബഡ്സുകളുടെ കേസ് കവർ വേണമെങ്കിൽ പ്രീമിയം ക്വാളിറ്റി കേസ് കവർ നമ്മുടെ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിലുണ്ട്. ഏതൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്നുണ്ടെങ്കിൽ കാശ് കുറച്ച് തന്നെയാണ് ഞാൻ അവിടെ നിങ്ങൾക്ക് തരുന്നത്. പ്രീമിയം ക്വാളിറ്റിയാണ് ആ ഒരു വളരെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ലാഭകരമായിട്ട് തരുന്നത്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക ദീപ് സ്റ്റോർ. അപ്പോൾ 2000 രൂപയ്ക്കുള്ളിൽ നമുക്കൊരു ഇയർബഡ്സ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് പൊതുവെ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ളതും അതുപോലെ തന്നെ ബ്രാൻഡ് വാല്യൂ ഒക്കെ ഉള്ള ഒരു 11 പ്രോഡക്റ്റുകൾ നമുക്ക് ഈ ഒരു ഫ്ലിപ്കാർട്ട് കാണാൻ സാധിക്കും. അതിൽ ആദ്യം തന്നെ എടുത്ത് പറയുന്നത് നമ്മുടെ റിയൽമി ബഡ്സ് T300 ആണ്. 2000 രൂപയ്ക്കുള്ളിൽ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. എന്നാൽ ഇപ്പോൾ T300 ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ അല്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. പക്ഷെ മിന്ത്രയിൽ ആ സാധനം ഉണ്ട് 1799. ഫ്ലിപ്കാർട്ടിൽ കാണാൻ സാധിക്കുമെങ്കിൽ അതിന്റെ വില ഇപ്പോൾ 1999 കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ബൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയണ്ട. പക്ഷെ T300 നല്ലൊരു ഓപ്ഷനാണ്. എന്നാൽ അതിനേക്കാളും ബെറ്റർ ഒരു ഓപ്ഷനാണ് ഈ ഒരു T300ന്റെ അപ്ഗ്രേഡ് വേർഷനായ T310. 1799 രൂപയ്ക്ക് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കാൻ സാധിക്കും. ഈ സെയിം റേറ്റ് ആണ് T300ന് മിന്ത്രയിൽ. സോ രണ്ടും സെയിം റേറ്റിൽ വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് T310 ആയിരിക്കും നല്ലൊരു ഡീൽ എന്ന് പറയുന്നത്. നമ്മുടെ എയർ സീരീസ് ഉണ്ടല്ലോ, റിയൽമിയുടെ എയർ സീരീസിന്റെ ഒരു എന്താ പറയുക, അതോടൊപ്പം കടപിടിക്കുന്ന രീതിക്കാണ് ആക്ച്വലി T310 ബിൽഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ T310 നല്ലൊരു ഓപ്ഷനാണ് 1799 രൂപയ്ക്ക്. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബോട്ട് നിർവാണ അയോൺ ആണ്. 1599 രൂപയാണ് ഇപ്പോൾ ഇതിന്റെ വില കാണുന്നത്. ഉറപ്പായിട്ടും 2000 രൂപയ്ക്കുള്ളിൽ ഒരിക്കലും നിങ്ങൾ മേടിക്കേണ്ട എന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരു 1500 രൂപയ്ക്കകത്ത് കിട്ടുന്നെങ്കിൽ നല്ലൊരു ഡീലാണ്. പ്രത്യേകിച്ച് ഇതിൽ എടുത്തു പറയേണ്ട ആ ഒരു ബേസ് നല്ല ബൂസ്റ്റഡ് ആണ്. ബേസ് ലവേഴ്സിന് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എന്നാൽ വെയറിംഗ് കംഫർട്ട് ഇഷ്യൂ പലരും പറയുന്നുണ്ട്. സോ 2000 രൂപയ്ക്കുള്ളിൽ നിങ്ങളൊരു ഓപ്ഷൻ നോക്കുന്നെങ്കിൽ ഈ നിർവാണ അയോൺ മേടിക്കേണ്ട ആവശ്യമില്ല. കൂടാതെ നിർവാണ അയോൺ ANC ഒരു 32 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടെന്നുള്ളൊരു പ്രത്യേകത മാത്രമാണ് ഈ ഒരു നിർവാണയും നിർവാണ അയോണും തമ്മിലുള്ളൊരു ഡിഫറൻസ്. ജസ്റ്റ് 32 dB എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പുറത്ത് പോയിട്ട് ഓണാക്കിയാൽ പോലും അത് അറിയാൻ പറ്റത്തില്ല ഓൺ ആയോ ഇല്ലേന്ന് പോലും. എന്നാൽ അതിന്റെ വില നോക്കുവാണെങ്കിൽ 1899 രൂപ കാണാൻ സാധിക്കുന്നത്. ഉറപ്പായിട്ടും ഇതിനേക്കാളും ഫാർ ബെറ്റർ തന്നെയാണ് നമ്മുടെ റിയൽമി ബഡ്സ് T310. എന്നാൽ അതിനകത്ത് ഇന്നിയർ ഡിറ്റക്ഷൻ ഇല്ല. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഇന്നിയർ ഡിറ്റക്ഷൻ സഹിതം ഉണ്ട്. അതാണ് ഒരു ചെറിയൊരു പ്ലസ് പോയിന്റ് ഇവിടെ പറയാനായിട്ടുള്ളത്. പിന്നെ ഞാൻ പറയുന്നത് വെയറിംഗ് കംഫർട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പക്ഷെ ബേസ് ലെവൽ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് കൺസിഡർ ചെയ്യാം. അതർവൈസ് ഉറപ്പായിട്ടും ഇപ്പോൾ ബോട്ടിന് തന്നെ വേണമെങ്കിൽ നിർവാണ മേടിച്ചോളൂ, നിർവാണ അയോൺ മേടിച്ചോളൂ. അയോൺ ANC അല്ലെങ്കിൽ അത് മേടിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ OnePlusന്റെ നോട്ട് ബഡ്സ് 2R 1799 ഇപ്പോൾ കാണുന്നത്. പക്ഷെ ചില സമയത്ത് ഓഫർ തുടങ്ങുമ്പോഴത്തേക്ക് 1899 എത്താൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയായാലും ഈ റേറ്റുകളിൽ സത്യം പറഞ്ഞാൽ ഇനി ഈ ഒരു കാലഘട്ടത്തിൽ മേടിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് 2025 മേടിക്കേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇനി OnePlusന്റെ ബ്രാൻഡ് വേണം, OnePlus മൊബൈലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. എന്നാൽ 1500 താഴെ ഈ ഒരു റേറ്റ് വരേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് OnePlusന്റെ തന്നെ നോട്ട് ബഡ്സ് 3 1999 ഓഫർ സമയങ്ങളിലെത്തും. 2299 നോർമൽ റേറ്റ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 2299 എത്തിയിട്ടുണ്ട്. സ്പെക് വൈസ് ഉറപ്പായിട്ടും 2299 വർത്ത് ബൈങ് അല്ല. പിന്നെ വീണ്ടും പറയാനുള്ളത് OnePlus എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് OnePlusന്റെ മൊബൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് നല്ലൊരു ഡീൽ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് ഇവർ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇറ്റ് ഹാസ് 3D ഓഡിയോ സ്പെസിഫിക്കലി ഫോർ OnePlus സ്മാർട്ട് ഫോൺ യൂസേഴ്സ്. സോ 3D ഓഡിയോ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു OnePlusന്റെ നോട്ട് ബഡ്സ് 3 നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഇവരുടെ ബിൽഡ് ഒക്കെ നല്ല രസമുണ്ട്. ഒരു പ്രീമിയം ടച്ച് ഒക്കെ നമുക്കൊരു OnePlusന്റെ പ്രോഡക്റ്റുകളിൽ കാണാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രോഡക്റ്റ് ആണ് MIയുടെ ബഡ്സ് C 1599 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ മേടിക്കാൻ സാധിക്കും. 40 dB ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടെന്നുള്ളതാണ് ഇതിലെടുത്ത് പറയേണ്ട ഒരു സവിശേഷത. 36 hours ടോട്ടൽ പ്ലേ ടൈം ഒക്കെ ഇതിനകത്തുണ്ട്. എന്നാൽ ഈ സെയിം
പ്രോഡക്റ്റ് തന്നെ പോക്കോ ഇറക്കുന്നുണ്ട്. MIയുടെ തന്നെ സെയിം സാധനമാണ്. സോ പോക്കോ ബഡ്സ് X1 അതിന്റെ വില നോക്കുവാണെങ്കിൽ 1799 രൂപയാണ്. പിന്നെ ഇത് നിങ്ങൾ എന്തിന് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈറ്റാനിയം, നമ്മുടെ ഐഫോണിലൊക്കെ ഉള്ള ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു ടൈറ്റാനിയം കളർ, അത് ഇവിടേക്ക് വരുമ്പോഴത്തേക്കുണ്ട്. സോ ആ ഒരു കളറിന് വേണ്ടി മാത്രം 1799 രൂപയ്ക്ക് ഇത് മേടിക്കാന്നേ പറയാൻ പറ്റുള്ളൂ. അതർവൈസ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ MI ബഡ്സ് 5C എന്താണോ അത് തന്നെയാണ്. ആക്ച്വലി ഒരു MI ബഡ്സ് 5C ഫ്ലിപ്കാർട്ടിൽ കുറച്ച് നാൾ അവൈലബിൾ അല്ലായിരുന്നു, ആമസോണിൽ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ഇത് കാണാൻ സാധിക്കുന്നുള്ളതാണ്. എന്തായാലും ഇത് നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അന്ന് അൺബോക്സ് ചെയ്ത പ്രോഡക്റ്റ്, അതായത് നമ്മുടെ പോക്കോ ബഡ്സ് X1 ആണ് ഞാൻ പറയുന്നത്. അന്ന് അൺബോക്സ് ചെയ്ത പ്രോഡക്റ്റ് ചെറിയൊരു ഡിഫക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ സർവീസ് സെന്ററിൽ കൊടുത്തിട്ട് റീപ്ലേസ് ചെയ്ത പ്രോഡക്റ്റ് സീൽഡ് ആയിട്ട്, അതായത് പൊട്ടിച്ചിട്ടില്ല, ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എന്തായാലും ഈ MI ബഡ്സ് 5Cനേക്കാളും ഒക്കെ വളരെ വില കുറച്ചിട്ട് തന്നെയാണ് ഞാനത് നമ്മുടെ ദീപ് സ്റ്റോർ വഴി സെയിൽ ചെയ്യുന്നത്. സോ അത് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഇൻസ്റ്റയിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ CMF by Nothing ബഡ്സ് 1899 ഇപ്പോൾ കാണാം. പക്ഷേ ഓഫർ തുടങ്ങിയ സമയത്ത് 1799 ആയിരുന്നു. ഇവിടെയും എടുത്തു പറയേണ്ടത് 42 dBയുടെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ്, 35.5 hours ടോട്ടൽ പ്ലേ ടൈം ആണ്, അൾട്രാ ബേസ് ടെക്നോളജി എന്ന് പറഞ്ഞ സംഭവം ഇതിനകത്തുണ്ട്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നല്ലൊരു ഡീലാണ്. ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും അടിപൊളി തന്നെയാണ്. ഇതിൻ്റെയും ആ ഒരു പ്രീമിയം ക്വാളിറ്റി കേസ് കവർ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതെന്നല്ല, ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇനി മറ്റൊരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എന്നാലും പറയുവാണ്, വിവോ TWS3E 1899 രൂപയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ സ്പെക് വൈസ് ഉറപ്പായിട്ടും എന്താ പറയുക, നിങ്ങൾ മേടിക്കേണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ വെയറിംഗ് കംഫർട്ട് കുറച്ച് ബെറ്റർ ആയിരിക്കും, അതിൽ വേറെ ഒരു സംശയമില്ല. മ്യൂസിക് ക്വാളിറ്റി ഒക്കെ കൊള്ളാം, 4.1 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. 5892 പേരാണ് ഇത് ആകെ റേറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പെക്ക് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ഇതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള മറ്റുള്ള പ്രോഡക്റ്റ് ഉണ്ട്. സോ 1899 രൂപയ്ക്ക് ഇത് അങ്ങോട്ട് ആരും മേടിക്കാൻ പോകത്തില്ല. പിന്നെ വിവോയുടെ പ്രോഡക്റ്റ് വേണം, വിവോയുടെ സ്മാർട്ട് ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് പോകാമെന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബോൾഡ് ക്ലാരിറ്റി 3 ആണ്. ഇതിൽ 50 dBയുടെ ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. ഉറപ്പായിട്ടും 2000 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഏറ്റവും ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ നല്ല രീതിക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ബോൾഡ് ക്ലാരിറ്റി 3 തന്നെയാണ്. കാരണം ഞാനിത് ചെക്ക് ചെയ്ത സമയത്ത് നമ്മുടെ റിയൽമി ബഡ്സ് T310 ഈ ഒരു ക്ലാരിറ്റി 3 കൊണ്ടാണ് പുറത്ത് പോയിട്ട് ചെക്ക് ചെയ്തപ്പോഴൊക്കെ തന്നെ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് ഇവിടെ കിട്ടുന്നത്. എന്നാൽ ഇതിൻ്റെ മ്യൂസിക് ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഔട്ട്പുട്ട് കുറച്ച് മോണോ ഡോമിനേറ്റഡ് ആണ്. സോ ചിലർക്കത് ഇഷ്ടപ്പെടാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാൽ വെയറിംഗ് കംഫർട്ട് ആണെങ്കിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും വെച്ചും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. പിന്നെ EQ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ബെറ്റർ ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ ഈ റേറ്റിനേക്കാളും വില കുറച്ചിട്ട് നമുക്ക് CMF by Nothing ബഡ്സും അതുപോലെ തന്നെ നമ്മുടെ റിയൽമി ബഡ്സ് T310 കിട്ടുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇത് ഞാൻ മേടിക്കേണ്ടെന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. എന്തായാലും ഇത്രയാണ് എന്തായാലും നമുക്ക് 2000 രൂപയ്ക്കുള്ളിൽ പൊതുവെ ഇയർബഡ്സുകളൊക്കെ തന്നെ ഓഫർ സമയത്ത് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഞാൻ ഏത് പിക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 2 പ്രോഡക്റ്റുകളായിരിക്കും പറയുക. ഒന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ റിയൽമി ബഡ്സ് T310 ആണ്, മറ്റൊന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ CMF by Nothing ബഡ്സ്. എന്തുകൊണ്ടാണ് ഈ 2 പ്രോഡക്റ്റുകൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ലത് തന്നെയാണ്, 2000 രൂപയ്ക്കുള്ളിൽ ഉറപ്പായിട്ടും ബെറ്റർ തന്നെയാണ്. ഞാനിത് റിയൽമി ബഡ്സ് T310 മേടിക്കുന്നത് 2299 രൂപയ്ക്കാണ്, 2299 രൂപയ്ക്കാണ് മേടിച്ചത്. എന്നാൽ ഇപ്പോൾ ഓഫറിന് നമുക്ക് 1799 കാണാൻ സാധിക്കും. ഉറപ്പായിട്ടും നല്ല ഡീലാണ്. സ്പെക് വൈസ് ആണെങ്കിലും അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റി ആണെങ്കിലും വെയറിംഗ് കംഫർട്ട് ആണെങ്കിലും മൈക്ക് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം ഓവറോൾ നല്ലൊരു ഡീൽ തന്നെയാണ് റിയൽമി ബഡ്സ് T310. അതുപോലെ തന്നെയാണ് CMF by Nothing ബഡ്സ് ആണെങ്കിൽ പോലും മൈക്ക് ക്വാളിറ്റിയും വെയറിംഗ് കംഫർട്ടും ബിൽഡും എല്ലാം തന്നെ ബെറ്റർ ആണ്. പിന്നെ ഇതിനകത്ത് ഏതായിരിക്കും ഒരു പടി മുന്നിലായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സംഭവം ആക്ച്വലി നമുക്ക് ഇതിനകത്ത് എടുത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്ന 2 കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളൊരു മ്യൂസിക് ഭയങ്കര എൻഹാൻസ്ഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് ആഗ്രഹിക്കുന്നത്, ബേസ് ഭയങ്കര രീതിക്കൊക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും റിയൽമി ബഡ്സ് T310 പോകാം. എന്നാൽ നല്ല ഡീപ്പ് ബേസ്, നല്ല പഞ്ചി ആയിട്ടുള്ള ബേസ് വേണം. പ്രത്യേകിച്ച് ആ ഒരു എന്താ പറയുക, ആ ഒരു അൾട്രാ ബേസ് ടെക്നോളജിയൊക്കെ നമ്മുടെ ഈ ഒരു CMF by Nothing ബഡ്സിലുണ്ട്. സോ അതൊക്കെ വേണം. നല്ലൊരു ഫീലൊക്കെ കിട്ടുന്ന ഒരു പാട്ട്, ഭയങ്കര എൻഹാൻസ്ഡ് അല്ല എന്നാൽ പോലും അത് എൻഹാൻസ്ഡ് ആണ്, അത് വേണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ CMF by Nothing ബഡ്സിലേക്ക് പോകാവുന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കര എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ല പൊതുവെ ഇഷ്ടമായിട്ടുള്ളത്, പക്ഷെ ഒരു പഞ്ചി ആയിട്ടൊക്കെ ഉള്ളൊരു നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് മ്യൂസിക്കലി ഇഷ്ടമാണ്. സോ ഞാൻ കുറച്ച് പേഴ്സണലി ഇഷ്ടപ്പെടുന്നത് CMF by Nothing ബഡ്സ് തന്നെയാണ്. പലർക്കും ഞാനിത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരൊക്കെ മേടിച്ചിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ റിയൽമി ബഡ്സ് T310. കാരണം റിയൽമിയെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്, പ്രത്യേകിച്ച് ഇതിൻ്റെ വാറണ്ടി. നമുക്ക് CMFന്, അതായത് ഇപ്പോൾ CMF എന്ന് പറയുന്നത് നത്തിങ്ങിൻ്റെ ഒരു സബ് ബ്രാൻഡാണ്. നത്തിങ്ങിൻ്റെ വാറണ്ടി പലരും പറയുന്നത്
ക്ലെയിം ചെയ്യാനൊക്കെ വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ്. പിന്നെ സർവീസ് സെൻറ്റർ അടുത്തുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഇതുവരെ നത്തിങ്ങിൻ്റെ ഒരു പ്രോഡക്റ്റുകളും അങ്ങോട്ട് വാറണ്ടിക്ക് ക്ലെയിം ചെയ്യാൻ പോയിട്ടില്ല. എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ കമൻറ്റായിട്ടുണ്ട്. കാരണം എനിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന മറ്റുള്ള കൂട്ടുകാർക്കും അത് യൂസ്ഫുൾ ആവുന്നുള്ളൊരു വേറെ ഒരു സംശയമില്ല. പിന്നെ റിയൽമീൻ്റെ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുമില്ല, നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. സാധനം കൊണ്ട് കൊടുക്കുക, അവർ സാധനം അപ്പാടെ ഉണ്ടെങ്കിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അപ്പഴേ തരും, അല്ലെങ്കിൽ ഒരാഴ്ചക്കകത്ത് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഡയറക്റ്റായിട്ട് പോയി മേടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ 2000 രൂപയ്ക്കുള്ളിൽ നമുക്ക് വാങ്ങിച്ചാൽ ബൈങ് ആകുന്ന ഇയർബഡ്സുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഏതൊക്കെ ഇയർബഡ് ആണെന്നുള്ളത് കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്ന ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഇഷ്ടം ലൈക്കായിട്ട് അറിയിക്കുക. കൂടാതെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഓരോ കമൻറ്റുകളുടെ ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മുടെ വീഡിയോ മുന്നോട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെയും സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക, അതാണ് മെയിനായിട്ട് വേണ്ടത്. കാരണം കുറച്ച് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് നമുക്കാകുമ്പോൾ എനിക്കൊരു പ്രചോദനമാണ്. ഇനി വീണ്ടും കുറച്ച് നമ്മൾ ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും 50,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സോ വീണ്ടും നമുക്ക് എന്താ പറയുക, വീണ്ടും ഒരു പടി മുന്നിലേക്ക് കടക്കാനുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു തുറ നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അടിപൊളിയായിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.